രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യാത്ത സമരങ്ങൾ അല്ലെങ്കിൽ അവർ അടിയന്തിരമായി ചെയ്യേണ്ട ആളുകളെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാം ഓർക്കണം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ആരോപണമായി വന്നിരുന്നു. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങുകയും ആ വെബ്സൈറ്റിൽ നിരവധി ആളുകളെ അതിലേക്ക് വോളണ്ടിയർമാരായി ചേർക്കണമെന്നും ഇന്ത്യയിലെ ജനാധിപത്യം വീണ്ടെടുക്കാൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കേണ്ട അംഗബലത്തിലേക്ക് കൂടി കോൺഗ്രസ് എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇപ്പോഴും കൃത്യമായ സന്ദർഭങ്ങളിൽ ഇടപെടുന്നുണ്ടോ, അഥവാ അവരൊക്കെ തന്നെ അവരുടെ കപ്പാസിറ്റി, അവരുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തെ തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടേ, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഫീച്ചറാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ബട്ടണുണ്ട്. ആ ബട്ടൺ കൂടി അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മന്ത്ലി 359 രൂപയും 179 രൂപയും ഒക്കെ അടച്ച് അതിലേതെങ്കിലും നിങ്ങൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി അത് കഴിയുന്ന ആളുകളാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സാമ്പത്തികമായി അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക്, അല്ലാത്ത ആളുകൾക്ക് നമ്മളുടെ വീഡിയോകൾ കാണാം, താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പേർക്സോ എന്തെങ്കിലും ഗുണങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ ഇപ്പം തന്നെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്, വളരെ സന്തോഷം. ഇനി ആകാൻ പോകുന്ന ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും ആദ്യം ഈ കോൺഗ്രസ്സിന് എവിടെയാണ് പിഴച്ചത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ട സമയത്ത് പല കാര്യങ്ങളും ചെയ്തില്ല, അല്ലെങ്കിൽ കുറേ കൂടി അലസമായി അതിനെ കണ്ടു എന്നാണ് ഞാൻ പറയുക. നമുക്കെല്ലാം അറിയുന്നത് പോലെ സുപ്രീം കോടതിയിൽ നിന്ന് വിധിയുണ്ടാവുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂടെ ഇരുന്നാണ് വളരെ സ്വയംഭരണാധികാരമുള്ള ഒരു ബോഡിയായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ തീരുമാനിച്ചിരുന്നതെങ്കിൽ, അങ്ങനെ ആ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിൻവാങ്ങുകയും പകരം സുപ്രീം കോടതി വിധിക്കെതിരെ പോലും നിയമം പാസ്സാക്കുകയും, അങ്ങനെ നിയമം പാസ്സാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് പോലും ചീഫ് ജസ്റ്റിസിനെ എടുത്ത് പുറത്തേക്ക് കളയുകയും, കൂടാതെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവുമാക്കി ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തപ്പോൾ തന്നെ കോൺഗ്രസ് അതിനെ വേണ്ടത്ര ഗൗരവത്തിലെടുക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതെന്തുകൊണ്ടാണ് ഇത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്, ഒരു ഭരണകക്ഷിയിൽ നിന്ന് ആലോചിക്കാനുള്ള ബോധം അന്ന് കോൺഗ്രസിന് ഇല്ലാതെ പോയി. കോൺഗ്രസ് അതിനെ ഗൗരവത്തോടുകൂടി കണ്ടില്ല. അത് വലിയ ലാപ്സ് ആയിരുന്നു എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. ഇനി ഇത് കൂടാതെ ഇന്ത്യയിൽ നിരവധി നിയമങ്ങളിൽ ഇവർ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞാൽ, ചില നിയമങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ പട്ടികയിലുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ജനത്തിന് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പട്ടികയിലുള്ളത് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിയമത്തിൽ വ്യത്യാസം വരുത്തി. അതായത് ആ പട്ടികയിൽ പെടാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ജനത്തിന് കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് എത്തി. ഇങ്ങനെ ഏതാണ്ട് ഒരു 10-20 തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് 45 ദിവസം കഴിയുന്ന CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വളരെ ഡൂബിയസ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷമാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഒക്കെ വെളിവുണ്ടാവുകയും അദ്ദേഹമൊക്കെ എഴുന്നേറ്റ് വന്ന് വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി നല്ല എഫേർട്ട് എടുക്കുകയും 6 മാസത്തോളം കർണാടകത്തിലെ ഒരു മണ്ഡലത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ ഹൃദയവിശാലതയുള്ളൊരു പരിപാടിയായി തീർന്നിരിക്കുന്നു. കാരണം ആ ഒരു ബ്രസീലിയൻ മോഡലിൽ പോലും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നുള്ള അവകാശം കൊടുക്കുന്ന, വോട്ടറാക്കാനുള്ള ഈ പറഞ്ഞ പോലെ സാധ്യതകൾ തേടിയിട്ടുള്ള ഒരു കമ്മീഷനാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലും നമുക്കറിയാം ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വെബ്സൈറ്റ് തുറന്നു. ആ വെബ്സൈറ്റ് തുറന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളോട് അതിനകത്ത് മെമ്പറാകാൻ പറയുകയും അവരെല്ലാവരും തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള വോളണ്ടിയർമാരാക്കാൻ പറയുകയും ഒക്കെ ചെയ്തു.
പക്ഷേ ഖേദപൂർവ്വം ഞാൻ പറയട്ടെ, അതിനുശേഷം യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിൻ്റെ പുറത്ത് നടന്നു വന്നു, അവരെല്ലാവരും തന്നെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ എക്സിൽ പ്ലാറ്റ്ഫോമിലും എല്ലാം തന്നെ അഭൂതപൂർവമായുള്ള വളർച്ച രാഹുൽ ഗാന്ധിക്ക് വന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അതെല്ലാം തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസ് ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പുകൾക്ക് തന്നെ യാതൊരു വിധത്തിലൊരു പ്രഹസനമായി തീരുന്ന ഒരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നോക്കി നിൽക്കേണ്ട ഒരു പാർട്ടിയാണോ കോൺഗ്രസ് എന്നുള്ളതൊന്ന് ആലോചിക്കണം. ആ കോൺഗ്രസ് ഒക്കെ നേരത്തെ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും, അതൊക്കെ നമുക്ക് വിടാം. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാൾ കോൺഗ്രസും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെയാണ്. ആ രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ സമരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതൊരു കർഷക സമരമാണ്. ആ കർഷക സമരത്തിൽ നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ ആ ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. ആ പിൻവലിക്കേണ്ടി വന്നത് അത്ര വലിയ ജനകീയ പ്രക്ഷോഭം ഡൽഹിയിൽ ഉണ്ടാവുകയും അത് നിരന്തരമായി കോൺസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റായി അവിടെ സമരം ചെയ്യുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അത്തരത്തിലുള്ള സമരപരിപാടികൾക്കും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ തന്നെ നേതൃത്വം കൊടുക്കേണ്ട ചുമതലയാണ് ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷനുകളിലൂടെ നമ്മൾ ആദ്യം വിചാരിച്ചതെങ്കിൽ അതിനുശേഷം ആ ക്യാമ്പയിൻ എങ്ങനെ അവസാനിപ്പിക്കണം, അതെവിടെ കൊണ്ടുചെന്നാണ് നിർത്തേണ്ടത് എന്ന് പറയുന്ന ഒരു തോന്നലൊന്നുമില്ലാതെ ഇടയ്ക്ക് വെച്ച് അത് ഇട്ട് കളയുന്നതായിട്ടാണ് നമുക്കെല്ലാവർക്കും തന്നെ തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ ഇട്ട് കളയേണ്ടതാണോ ഈ പരിപാടികൾ എന്നുള്ളതാണ് കോൺഗ്രസ് ആലോചിക്കേണ്ടത്. ഞാനിപ്പോൾ ഒരൊറ്റ ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പറയുന്ന കാർഷിക സമരം പോലെയുള്ള സമരങ്ങളിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷം ഒറ്റക്ക് തന്നെ ഉണ്ടായിരുന്ന BJP എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും പിന്തിരിയേണ്ടി വന്നത് കൃത്യമായി അവർ വളരെ സഹന സമരം നടത്തിയതുകൊണ്ടാണ്. ആ സഹന സമരത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെയാണ് ഗവൺമെൻറ് പോലും അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കണം. അതിൻ്റെ മെറിറ്റോ അല്ലെങ്കിൽ ഡിമെറിറ്റോ ആ സമരത്തിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാനും അതിൽ കെൽപ്പുള്ള ഒരു നേതൃത്വമായി മാറാനും കോൺഗ്രസ് തയ്യാറാകണമെന്നാണ്. ഈ കർഷക സമരം പോലെയുള്ള സമരങ്ങളെല്ലാം അതുപോലെ വിജയിച്ചിട്ടുള്ള സമരങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി. ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് അതിനെ നയിച്ചിട്ടില്ല എന്നുള്ളത് കൂടി കാണണം. അത്തരത്തിൽ നയിക്കാൻ കഴിയുന്ന സമരങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയായി കൂടി കോൺഗ്രസ് നേതൃത്വം മാറേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിചാരിച്ചത് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ പോലും തുടങ്ങിയ ഒരു വെബ്സൈറ്റും അതിലേക്ക് ജോയിൻ ചെയ്ത ആളുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസും. അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഫോക്കസ് നഷ്ടപ്പെട്ടുകൊണ്ട് ഓരോരോ വിഷയങ്ങളിൽ നിന്ന് ഓരോരോ വിഷയങ്ങളായി പോവുകയും ആ സമയത്തെല്ലാം ഓരോരോ സ്ഥലങ്ങളിലായി BJPയും അത് BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ പിടിമുറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനെതിരെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഏതാനും ചില സ്റ്റേറ്റുകൾ എന്ന് പറയുന്നതും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് നമ്പർ 1 എങ്കിൽ DMK ഉണ്ട്, കൂടാതെ പിണറായി വിജയനും CPM ഉണ്ട്. ഇതുപോലെയുള്ള പാർട്ടികൾ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് അതുപോലും കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് നടത്താതിരിക്കുന്ന സമരങ്ങൾക്കാണ് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിശ്ചയിക്കുന്ന ബോഡിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പുറത്താക്കപ്പെടുമ്പോൾ തന്നെ ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭം നടത്തേണ്ട ഒരു പാർട്ടിയായിരുന്നു, അല്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യേണ്ട ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മറന്നുപോയി. പക്ഷെ ഇനിയും വൈകിയിട്ടില്ല. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ പോലും അവിശ്വസിക്കാൻ ആളുകൾ കൂടെ നിൽക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസുമൊക്കെ തന്നെ ലോങ് ടൈം ഗോളുകളിലേക്കും കൃത്യമായിട്ടുള്ള നിലപാടുകളിലേക്കും തെരുവുകളിൽ നിന്നുള്ള പ്രക്ഷോഭങ്ങളിലേക്കുമൊക്കെ തന്നെ വരണം എന്നുള്ളതാണ്. ഇതിന് നിങ്ങളുടെ കയ്യിൽ തന്നെ വലിയ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ 4000-ലധികം കിലോമീറ്ററുകൾ ജോഡോ യാത്ര നടത്തിയപ്പോഴാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇരട്ടി സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് ഓർക്കണം. അത്തരത്തിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ കൊണ്ടല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ കത്തയക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല എന്നാണ് എനിക്ക് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ഇനി നടത്തേണ്ട സമരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്.